എങ്ങനെയായിരിക്കണം ലക്ഷ്മണ ജീവിതത്തെ കാണേണ്ടത്? നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും നമ്മൾ കാണേണ്ടത് അതെല്ലാം പരാശ്രയമാണ്. അതേതിനെ ആശ്രയിക്കുന്നു? സ്വതന്ത്രമായ ഒരു സത്യത്തെ, സ്വതന്ത്രമായ ഒരു സത്തെ. സ്വാതന്ത്ര്യം എന്നത് നമ്മൾ മറക്കരുത്. സ്വാതന്ത്ര്യം മറന്നാൽ പാരതന്ത്ര്യം, നമുക്ക് പരതന്ത്രതയാവും, നമ്മൾ അസ്വസ്ഥരാവും. എന്തുകൊണ്ടാണ് മനുഷ്യൻ അസ്വസ്ഥരാകുന്നത് എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം ഇതാണ്. അപ്പൊ നമ്മൾ ഒരു വ്യാവഹാരിക തലത്തില് സാധാരണ ആളുകളൊക്കെ സംസാരിക്കുക, ഓ അവരുടെ ജീവിതത്തിൽ കണ്ടില്ലേ എന്തെല്ലാം ദുരിതങ്ങളാണ്, ദുഃഖങ്ങളാണ്, വിഷമങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, കഷ്ടപ്പാടുകളാണ് അവരനുഭവിക്കുന്നത്, നോക്കൂ, നിങ്ങൾക്ക് എങ്ങനെ അതൊക്കെ ഇല്ലാന്ന് പറയാം. പക്ഷെ ആ കാഴ്ചപ്പാടിന്റെ ഒരു വ്യത്യാസമുണ്ട്. അവർ പറയുന്നത് ശരിയാണ്. ഒരു വ്യവഹാര തലത്തിൽ അവർക്ക് പല പ്രശ്നങ്ങളും അവരെ നേരിടുന്നുണ്ട്. പക്ഷേ നമുക്ക് അടിസ്ഥാനമായിട്ട് ഇവിടെ ഒരു കാര്യം, നമ്മൾ ഇത്തരം ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ, അനുഷ്ഠാനങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ഏത് അനുഭവവും പരതന്ത്രമാണ്, പരാശ്രയമാണ്. ഒരു സ്വതന്ത്ര ബോധത്തിലാണ് ഇതെല്ലാം വന്നു പോകുന്നതെന്ന ഒരു തിരിച്ചറിവ് മനുഷ്യർക്കില്ലാതെ പോയാൽ, പരതന്ത്രമായതൊക്കെ സ്വതന്ത്രമായി കണ്ടാൽ അതിൽ പോയി നാം മുറുകെ പിടിച്ച് അതിൽ തന്നെ അയവിറക്കി അതിൽ തന്നെ ഒരു ചുഴിയിൽ പെട്ടുപോകുന്ന ഇല പോലെ കറങ്ങി നാം മുങ്ങിത്താഴും. അപ്പൊ നമ്മൾ പറയും ദുഃഖങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഏതുപോലെയാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് രണ്ട് തലത്തിലാണ്. അതായത് ഒരു മരത്തിനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വള്ളി, നമ്മളതിനെ വിളിക്കുന്നത് ഇത്തിൽക്കണ്ണി എന്ന് പറയും. ആ ഇത്തിൽക്കണ്ണി വിചാരിക്കുന്നത് ഞാൻ എന്നും ഇവിടെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ കഴിവുള്ള ഒരാളാണ്. പക്ഷെ ആ മരം തന്നെ കടപുഴുകി വീണാൽ ഇത്തിൽക്കണ്ണിയും അതോടൊപ്പം കടപുഴുകി വീഴും. അതാ ഇത്തിൽക്കണ്ണി അറിയുന്നില്ല. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ അനുഭവങ്ങൾ വരുമ്പോൾ ഈ അനുഭവങ്ങളെ നമ്മൾ കയറി പിടിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ സ്വതന്ത്രരാണ്, ഈ അനുഭവങ്ങൾ സ്വതന്ത്രരല്ല. അതെല്ലാം വന്ന് പോകുന്നതാണ്. അതിന് കുട്ടിക്കാലത്തിലേക്കൊക്കെ നോക്ക് നിങ്ങൾ, പുറകോട്ട് എന്തെല്ലാം അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിച്ചു, എന്തെല്ലാം ചീത്ത വാക്കുകൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, എന്തെല്ലാം ബഹളങ്ങൾ നിങ്ങൾ കേട്ടു, എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ഇതൊക്കെ നിങ്ങൾ കടന്നുപോയ കാര്യങ്ങൾ നോക്കുമ്പോൾ അതെല്ലാം വന്നു, അതെല്ലാം പോയി. നമ്മുടെ യൗവനം, അതുപോലെ ശൈശവം, യൗവനം, മധ്യവയസ്സ്, ഇതൊക്കെ കടന്നു പോകുന്നുണ്ട്. എന്താ അവിടെ നിൽക്കുന്നത് ശാശ്വതമായിട്ട്? അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, ഞാൻ എന്തിനാണ് എൻ്റെ ജീവിത അനുഭവങ്ങളെ മുറുകെ പിടിച്ച് അയവിറക്കുന്നത്? ഞാൻ സ്വതന്ത്രമാണ്, ഞാൻ സ്വതന്ത്രമാണ് എന്ന് നമ്മൾ നമ്മളോട് പറഞ്ഞ് ശീലിപ്പിക്കണം. അപ്പൊ ആ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കണമെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിനെ ഒരു ആത്മീയ ചാനലിലൂടെ കൊണ്ടുപോകാൻ സാധിക്കണം. അതാണ് ഇവിടെ വളരെ മനോഹരമായിട്ട് പറയുന്നത്. മായാമയമായി പരിണാമിയായ ഒരു കായം, വികാരിയായുള്ള ഒരു ധ്രുവം, നേഹാഭിമാനം നിമിത്തമുണ്ടായ മോഹേന ലോകം ദഹിപ്പതിന് നീ മാനസതാരിൽ നിരൂപിപ്പതും തവ ജ്ഞാനമില്ലാക എന്നറിക നീ ലക്ഷ്മണ. നോക്കൂ, നിങ്ങൾ ഈ ഉപദേശങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് നിനക്കൊരു ജ്ഞാനമില്ലാതെ പോയി. ഇതൊക്കെ സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ കടന്നു പോകുന്നതൊക്കെ അവർക്ക് വളരെ ശരിയാണ്, ദുരിതമാണ്, ദുഃഖമാണ്. അവരോട് ഈ തത്വമൊന്നും വേദാന്തമൊന്നും പറഞ്ഞാൽ അവരുടെ തലയിൽ കയറില്ല. പക്ഷെ നമ്മൾ ഇത് കേൾക്കുന്നവര്, അനുഷ്ഠിക്കുന്നവര് മനസ്സിലാക്കണം, ഇവിടെ നമുക്ക് സ്വതന്ത്ര ബോധവുമുണ്ട്, പരതന്ത്ര അനുഭവങ്ങളുമുണ്ട്. സ്വതന്ത്ര ബോധവുമുണ്ട്, പരതന്ത്ര അനുഭവങ്ങളുമുണ്ട്. അനുഭവത്തിലേക്ക് ശ്രദ്ധ വെച്ചാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. നിങ്ങൾ ആ അനുഭവത്തെ മുറുകെ പിടിച്ച് എപ്രകാരമാണോ ചുഴിയിൽപ്പെട്ട ഇല പോലെ നിങ്ങൾ കറങ്ങാൻ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ അടിയറ വെക്കരുത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ പണയം വെക്കരുത്. ആ സ്വാതന്ത്ര്യം പണയം വെക്കാതിരിക്കണമെങ്കിൽ അനുഷ്ഠാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കണം. ഏതുപോലെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു തോണിയിൽ യാത്ര ചെയ്യണം, ഒരു തോണിയിൽ യാത്ര ചെയ്യണം. ആ തോണിയിൽ പുഴയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. മഴക്കാലത്ത് പുഴകളിലൊക്കെ ചുഴികൾ രൂപപ്പെടും, ചുഴികൾ ഉണ്ടാവും. ഞാൻ പുഴയുടെ അടുത്താണ് താമസിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം.
എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ചുഴികൾ രൂപപ്പെടും പുഴയില്. അപ്പൊ അങ്ങനെ പുഴയിൽ ചുഴികൾ രൂപപ്പെടുമ്പോൾ ഈ തോണി എങ്ങാനും ഈ ചുഴിയുടെ അടുത്തൂടെ പോയാൽ ചുഴി അതിനെ വലിച്ചകത്തേക്കാക്കും. അങ്ങനെ അകത്തേക്കാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അത് ചുഴിയിൽ കടന്നു തന്നെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ ചുഴിയിൽ പെടാതെ ആ തോണിക്കാരൻ ആ തോണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു വിചാരിക്കുക. ഒരു വശത്ത് ചുഴി വലിച്ചുകൊണ്ടിരിക്കുകയാണ്, തീവ്രമായി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്താണെങ്കിൽ തോണിക്കാരൻ അത്രയും ശക്തിയും കരുത്തും ഉപയോഗിച്ച് അതിൻ്റെ വലിവിലേക്ക്, അതിൻ്റെ ആകർഷണത്തിലേക്ക്, അതിൻ്റെ ആ വലിച്ചിടലിലേക്ക് വീഴാതെ തോണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതുപോലെയാണ് ആധ്യാത്മിക ജീവിതം. അനുഭവങ്ങളാകുന്ന ചുഴികൾ നമ്മളെ വലിച്ചു കുഴിയിലേക്കാക്കാൻ നോക്കുമ്പോൾ അനുഷ്ഠാനമാകുന്ന ശക്തി കൊണ്ട് നമ്മളെ മുന്നോട്ട് ആ ചുഴിയിലൂടെ വീഴാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കണം. ഈ ശ്രദ്ധ, അതുകൊണ്ടാണ് ഗീതയിലൊക്കെ പറഞ്ഞ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അതുപോലെ ഉപനിഷത്തിൽ പറയും തസ്മാ ജാഗ്രത ജാഗ്രത, ബി അലേർട്ട് എന്ന് പറയും. അതായത് അത്രയും നമുക്ക് എന്ത് വേണം? ജാഗ്രത വേണം. എപ്പോൾ വേണമെങ്കിലും മനസ്സ് നമ്മളെ ചുഴിയിലേക്ക് കൊണ്ടുപോകാം. നിങ്ങളിപ്പോൾ നാമം ചൊല്ലാനിരുന്നാൽ നിങ്ങൾക്ക് ചൊല്ലേണ്ടത് നാമാണ്, പക്ഷെ മനസ്സ് നിങ്ങളെ ചുഴിയിലേക്ക് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് തന്നെ, എന്തെങ്കിലും ജീവിത പ്രശ്നങ്ങളിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുപോകും. ഉദാഹരണത്തിന് നാളെ നിങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റിന് പോകണമെന്നുണ്ട്. നിങ്ങളുടെ പീരിയോഡിക്കൽ ആയിട്ടുള്ള ടെസ്റ്റിന് നിങ്ങൾ പോകുന്നവരാണ് വിചാരിക്കുക. അപ്പം 1 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ നിങ്ങളെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങളുടെ BP ചെക്ക് ചെയ്യണം, ഷുഗർ ചെക്ക് ചെയ്യണം, നിങ്ങൾ പോകുന്നവരാണ്. അപ്പം നിങ്ങൾ അന്ന് ചെക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് രാവിലെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ഒരു വിഷ്ണു ഉണ്ടാവില്ല, സഹസ്രനാമം ഉണ്ടാവില്ല. ഇതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടാവോ, ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും എൻ്റെ റിപ്പോർട്ട്, ഇനി മരുന്ന് മാറ്റേണ്ടി വരുമോ, പഴയ മരുന്ന് തന്നെ കഴിച്ചാൽ മതിയാവോ, വേറെ വല്ല കുഴപ്പമുണ്ടോ, എനിക്ക് തോന്നുന്നു വയറിൻ്റെ ഇവിടെ ഒരു വേദന ഉണ്ടെന്ന്, ഇനിയിപ്പോൾ അത് വല്ല പ്രശ്നങ്ങളുണ്ടാവോ, ഇതെന്തെങ്കിലും. നിങ്ങളെന്താ ചൊല്ലുന്നത്? വിഷ്ണു സഹസ്രനാമമാണ്. പക്ഷെ മനസ്സെവിടെ നിൽക്കുന്നത്? മെഡിക്കൽ ടെസ്റ്റ് ലാബിലാ നിൽക്കുന്നത്. നിങ്ങൾ ടെസ്റ്റിന് പോയിട്ടില്ല, ബ്ലഡ് കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ ബ്ലഡ് കൊടുത്ത് ആ ടെസ്റ്റിൽ എന്തൊക്കെയോ അപകടങ്ങൾ ഉണ്ടെന്ന് മനസ്സ് വെറുതെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങും. അതാണ് മനസ്സ് ചുഴി ഉണ്ടാക്കുക. ഈ ചുഴിയിലേക്ക് നമ്മളെ വലിച്ചിടാൻ കഴിവുള്ളതാണ് ആര്? നമ്മുടെ മനസ്സെന്ന് മനസ്സിലാക്കണം. അതിലേക്ക് വീഴാതെ, അതിൻ്റെ ആകർഷണത്തിൽ പെടാതെ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ ആർക്ക് സാധിക്കുന്നുണ്ടോ അവരാണ് ശരിക്കും അനുഗ്രഹീതര്. അതിനൊരു ഗുരുത്വം വേണം, അതിനൊരു ദൈവീകത വേണോ? വീഴാതെ നമ്മൾ മുന്നോട്ട്. ചില ആളുകളൊക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ പാലക്കാടൊക്കെ ഈ വരമ്പുകളുള്ള സ്ഥലമായതുകൊണ്ട് കാണും, ചില ആളുകളുണ്ടല്ലോ കുഞ്ഞു വരമ്പിലൂടെ സൈക്കിൾ ഓടിച്ചു പോകണ കാണാം. കണ്ടിട്ടില്ലേ നിങ്ങൾ? അവരെ ഒന്ന് കൈകൊട്ടി വിളിച്ചാൽ നടക്കണം. കാരണം അവന്റെ ശ്രദ്ധയൊന്ന് പാളിപ്പോയാൽ അവൻ വരമ്പെന്ന് വീണിട്ടുണ്ടാവും. കാരണം ഒരു ചെറിയൊരു ബാലൻസിലൂടെയാണ് ആള് പോകുന്നത്. അത്ര എക്സ്പേർട്ടുകളായിട്ടുള്ള ആള്. ഈ വടങ്ക നല്ല ഒരുപാട് വരമ്പുകളുള്ള സ്ഥലത്ത് ഇത് കാണാറുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഞാനത് പറയാൻ കാരണം, രാവിലെ ഞാൻ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് ഒരു 2 സൈക്കിളും കൊണ്ടുപോകണം. അപ്പൊ എനിക്ക് വെറുതെ ഒരു തോന്നലത് വിളിച്ചാലോ. അപ്പം പാവത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ കിട്ടി പറഞ്ഞ പാടത്തായിരിക്കും. കാരണം അവന്റെ ശ്രദ്ധ പോകുന്നുള്ളത്. അപ്പം ഈ ഒരു കാര്യം അപ്പോഴേക്കും ഓർമ്മ വന്നത്. അപ്പം അങ്ങനെ ഒരു ചെറിയ വരമ്പിലൂടെ ശ്രദ്ധ തെറ്റാതെ ഒന്ന് സൈക്കിൾ കൊണ്ടുപോകുന്ന ഒരാളുടെ ഒരു അവസ്ഥ നോക്കും നിങ്ങൾ. ശ്രദ്ധ വാളിപ്പോയാൽ അയാളുടെ കയ്യിൽ എന്തോ പാലെന്തോ ഉണ്ട് തോന്നണം. രാവിലെ അല്ലേ, പുലർച്ചയ്ക്കല്ലേ, ആ സൈക്കിളും വെള്ളത്തിലായി, പാലും വെള്ളത്തിലായി ഉണ്ടാവും. പിന്നെ കിട്ടുന്ന വീട്ടുകാർക്ക് പിന്നെ പ്രശ്നമില്ല, കാരണം അല്ലെങ്കിലേ വെള്ളമാണ് അതിലിനിയിപ്പോ കുറച്ച് പാടത്തെ വെള്ളം കൂടി ചേർന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. അപ്പൊ പറഞ്ഞു വരുന്നത് ഇതാണ്, അത്രയും ഒരു ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ കുഴികളുണ്ടെങ്കിലും അതിൽ വീഴാതെ ഒരാൾ പോകുന്ന പോലെ നമ്മളും ഒരു ജീവിതത്തിന്റെ അനുഭവത്തിന്റെ ചുഴിയിൽ പെടാതെ മനസ്സിനെ മുന്നോട്ട് നയിക്കണം. അതിനാണ് ജ്ഞാനം വേണ്ടത്. അതുകൊണ്ട് നീ സംസാരകാരിണിയായ അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. ഒന്ന് അവിദ്യയാണ്, ഒന്ന് വിദ്യയാണ്. ഈ വാക്കുകളൊക്കെ നമുക്ക് ചിലപ്പം പല തെറ്റിദ്ധാരണകളുണ്ട്. അവിദ്യ, എനിക്കിപ്പോ എന്താ ഒരു ജ്ഞാനത്തിന് കുറവുള്ളതെന്നാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തേക്കെങ്കിലും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന കാര്യം മനസ്സ്
മറന്നുപോകും. ചെയ്യുന്നത് മറക്കുക, എന്നിട്ട് വേണ്ടാത്തത് അയവിറക്കുക. ഈ വേണ്ടാത്തത് അയവിറക്കുന്നതിന് പേരാണ് അവിദ്യ. വേണ്ടത് ചെയ്യേണ്ടതിൽ ശ്രദ്ധ വയ്ക്കുന്നതിന്റെ പേരാണ് വിദ്യ. അപ്പൊ നമ്മൾ വിദ്യയിലല്ല ചിലപ്പോൾ നിൽക്കുന്നത് അവിദ്യയിലാണ്. ലക്ഷ്മണ, ഇത് നീ തിരിച്ചറിയണം. അതുകൊണ്ട് കാമക്രോധ ലോഭ മോഹാദികൾ, ഇത്തരം വികാരങ്ങളൊക്കെ നമ്മുടെ ശത്രുക്കളാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് നമ്മളെ ഉയർത്തുകയല്ല ചെയ്യുന്നത്, നമ്മളെ താഴ്ത്തുന്നതാണ്. അപ്പൊ നമുക്ക് വേണ്ടത് സഹനശക്തിയും ക്ഷമാശീലവും ത്യാഗബുദ്ധിയും ഏകാഗ്രതയും ശ്രദ്ധയും, ഇത്തരത്തിലുള്ള ഗുണങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഒരു ശക്തി മനസ്സിനില്ലെങ്കിൽ മനസ്സ് പഴയ കാമക്രോധ ലോഭ മോഹ മത മത്സര്യാദി വികാരങ്ങളിൽപ്പെട്ട് കഴിഞ്ഞതും അനുഭവിച്ചതും ദുഃഖം തന്നതും എല്ലാം വീണ്ടും വീണ്ടും ഇരുന്ന് ഈ മുറുക്കുന്ന ആളുകളെ പോലെ വീണ്ടും വീണ്ടും അത് ചവച്ചരച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോ എന്തിനാ മുറുക്കുന്നത്? താഴോട്ട് ഇറക്കേണ്ട കാര്യം അല്ല, അത് താഴോട്ട് ഇറക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇത് മുഴുവൻ തുപ്പിക്കളയാനാണ്. ഈ തുപ്പിക്കളയണ സാധനത്തിനാ പിന്നെ മുറുക്കുന്നത്? എന്തായാലും തുപ്പിക്കളയാനുള്ള. ഈ നമ്മൾ വിചാരിക്കും ഇങ്ങനെ മുറുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഇറക്കി എന്തോ ദാഹം തീർക്കുന്ന കാര്യമാണെന്ന്. ഇത് മുഴുവൻ ദാഹമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല, വെറുതെ ഇരുന്ന് മുറുക്കുകയാണ്. പക്ഷെ അത് ശീലമായതുകൊണ്ട് അവർക്ക് ആ ശീലം മാറ്റാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അതങ്ങനെ ശീലിച്ച് നിങ്ങൾ നോക്കൂ, ഇവിടെ പിന്നെയും കുഴപ്പമില്ല. ഇവിടെ ഈ വെറ്റിലിംഗ് അതൊക്കെയാണ്. അവിടെ ഈ പാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, ഈ സാധനങ്ങളൊക്കെ കിട്ടും, പാൻപരാഗ് പോലുള്ള സാധനങ്ങൾ. അതിങ്ങനെ ചവച്ചരച്ച് നിങ്ങൾ ഈ ബോംബെ ഡൽഹി ഭാഗങ്ങളിലൊക്കെ പോയാൽ വലിയൊരു കഷ്ടം എന്താ വെച്ചാൽ ലിഫ്റ്റിൽ പോലും ഒരു തുപ്പും. എവിടെ നോക്കിയാലും തുപ്പിയിട്ടുണ്ടാവും ആ സാധനം. അതുകൊണ്ട് മിക്കവാറും ഈ ബിൽഡിങ്ങിലൊക്കെ ഉണ്ടല്ലോ, തുപ്പാനുള്ള സ്ഥലത്തൊക്കെ ദൈവങ്ങളുടെ ഫോട്ടോ വയ്ക്കും. കാരണം അവർക്കത് കാണുമ്പോഴെങ്കിലും തുപ്പാൻ തോന്നാതിരിക്കാൻ. ശരി, അങ്ങനെ ദൈവങ്ങളുടെയൊക്കെ ചിത്രമെങ്കിലും. കാരണം അവിടെയെങ്കിലും ഞാൻ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട്, ഈ ഫ്ലാറ്റിലൊക്കെ മൂലയിലൊക്കെ ഈ കോണിയിലൊക്കെ സ്റ്റെപ്പിന്റെ ഒക്കെ സൈഡിലൊക്കെ എന്തിനാ ദൈവങ്ങളെ സായിബാബയുടെ അതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും, ഗണപതിയൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് എന്തിനാണ്? അത് കണ്ടിട്ടെങ്കിൽ ഈ പൊട്ടന് മനസ്സിലാവണം അവിടെ തുപ്പാൻ പാടില്ല. അത് ശീലിച്ചു പോയി ആൾക്കാര്. അപ്പൊ അങ്ങനെ ചവച്ചരയ്ക്കുന്ന പോലെ നമ്മുടെ മനസ്സിനും വേണ്ടാത്തത് അയവിറക്കുന്ന ഒരു പ്രവണതയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ വേണ്ടാത്ത പ്രവണതയാണ് നമ്മുടെ ജീവിതത്തെ ഇഞ്ചിഞ്ചിഞ്ചായി പുറകോട്ട് നയിക്കുക. അതാണ് ഈ പ്രായമുള്ളവർ കൂടുതലും ദുരിതം അനുഭവിക്കുന്നതിന് കാരണം. പ്രായം എന്നത് ശരീരത്തിലല്ല, പ്രായം എന്നത് മനസ്സ് പുറകോട്ട് വലിക്കുന്നതാണെന്ന് നമ്മൾ അറിയില്ല. ഓരോ ദിവസവും മനസ്സിൽ ഒരുപാട് ചിന്തകളായിട്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കുറഞ്ഞു വരികയാണ്. ഈ ചിന്തകളെ നമുക്ക് എങ്ങനെയാ മാറ്റുക? അതിനൊരു മരുന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ചിന്തകളെ മാറ്റാൻ ഒറ്റ വഴിയുള്ളൂ, ആ ചിന്തകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം ശ്രദ്ധ മാറ്റണം. ശ്രദ്ധ മാത്രമേ മാറ്റേണ്ടതുള്ളൂ. ആ ശ്രദ്ധ മാറ്റണമെങ്കിൽ അതിന് നമുക്ക് കൃത്യമായ എന്തെങ്കിലും ജോലി ആർക്ക് കൊടുക്കണം? മനസ്സിന് കൊടുത്തോണ്ടി. അതാണ് ലക്ഷ്മണ നീ ചെയ്യേണ്ടത്. ശത്രു പുറത്തല്ല, അച്ഛനല്ല നമ്മുടെ ശത്രു. ശത്രുവിനെ പുറത്തല്ല കാണുക, ശത്രുവിനെ അകത്തായി കാണണം. ഇതെന്തൊരു നല്ല ചിന്തയാണ് നോക്കൂ. നമ്മുടെ ഉള്ളിലാണ് ശത്രു ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിനൊരു ആഴത്തിലുള്ളൊരു അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ശത്രു ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേണ്ടാത്തത് ചിന്തിക്കുന്ന, വേണ്ടാത്തത് അയവിറക്കുന്ന ഒരു മനസ്സിനെയാണ് നമ്മൾ ആരെയായിട്ട് കാണേണ്ടത്? ശത്രുവായി കാണേണ്ടത്. വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ, എല്ലാവരുടെ ജീവിതവും സന്തോഷവും ആനന്ദവും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞതാക്കാം. ആ ബുദ്ധി നമുക്കില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റവും കുറവും, മറ്റുള്ളവർ തരാത്ത സ്നേഹത്തെക്കുറിച്ചും ഇരുന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു പരാതിപ്പെട്ടിക്കാരായിരിക്കും. കാരണം നിങ്ങൾ എപ്പോഴും നോക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്, എന്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മറ്റുള്ളവരിൽ നിന്ന് എന്ത് കിട്ടുന്നോ കിട്ടുന്നില്ല എന്നത് തന്നെ ചിന്തിച്ചാൽ ഈ കുറ്റവും കുറവും ഇല്ലായ്മയും പോരായ്മയും ഇരുന്ന് നമുക്ക് ചിന്തിക്കാം, സമയം കളയാം. എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ നോക്കുന്നില്ല, അല്ലെ എന്റെ കാര്യം നോക്കുന്നില്ല, അല്ലെങ്കിൽ അവരത്രയും തന്നാ പോരാ, ഇത്രയും തരണം, അല്ലേ? ഇത് തന്നെ നമ്മുടെ മനസ്സിങ്ങനെ ആവർത്തിച്ച് ചിന്തിക്കും. അതല്ല നിങ്ങളൊരു ചിട്ടയോടുകൂടി ജീവിക്കണമായിരിക്കുക. ഇപ്പൊ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി, അവിടെ പൂജിക്കുന്ന തിരുമേനിക്ക് ഭാവം അയാളുടെ ഭാര്യ നോക്കണ്ടോ മക്കള് നോക്കണ്ടോ ഒന്നും നോക്കാൻ പറ്റില്ല.
അരെ 2:30 എണീറ്റു, അയാൾ കുളിച്ചു, 3 മണിക്ക് നട തുറന്നു, അയാൾ അമ്പലത്തിൽ കയറി പൂജ ചെയ്തു. 8 മണി വരെ ഉഷപ്പൂജ വരെ അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഉഷപ്പൂജ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കത്തെ ഉച്ചപൂജയ്ക്ക് അയാള് വീണ്ടും അതിൻ്റെ ഇടയിൽ ഗസ്റ്റുകൾ വരും, പലരും കാണാൻ വരും. അത് കഴിഞ്ഞാൽ ഉച്ചപൂജ കഴിഞ്ഞാൽ ഇപ്പോൾ 1 മണി 2 മണി വരെ അത് സംഭവം പോകും. അത് കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ച് വരുമ്പോഴേക്കും ആരെങ്കിലും അതിഥികൾ ഉണ്ടാവും, ഗസ്റ്റുകൾ ഉണ്ടാവും. അവരെ സംസാരിച്ച് വർത്തമാനം പറയുമ്പോഴും 3:30 വീണ്ടും കുളി കഴിഞ്ഞ ആളെ റെഡി ചെയ്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞ് വീണ്ടും കയറി വൈകുന്നേരത്തെ ദീപാരാധനയ്ക്ക് കയറി. അത് കഴിഞ്ഞാൽ പിന്നെ അധിക സമയമൊന്നുമില്ല, പിന്നെ അങ്ങോട്ട് അത്താഴ പൂജയ്ക്ക് കയറി രാത്രി 11 മണി വരെ. ഇതിൻ്റെ ഇടയിൽ ഭാര്യ നോക്കുന്നുണ്ടോ, മക്കൾ വിളിച്ചോ എന്നൊക്കെ അയാളോട് ചോദിച്ചാൽ പോയി പണി നോക്കും മാഷെ, ഇവിടെ 100 കുഞ്ഞുങ്ങളാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഗുരുവായൂരാണെങ്കിൽ എത്ര നിവേദ്യങ്ങൾ, എത്ര കാര്യങ്ങൾ, എന്തൊക്കെ. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി മൂത്രം ഒഴിച്ചു കഴിഞ്ഞില്ലേ, അപ്പോഴേക്കും എന്ത് വേണം? പുണ്യാഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്തൊക്കെ നോക്കും നിങ്ങൾ. അതായത് വേറെ ഒന്നും ചിന്തിക്കാൻ അവർക്ക് പറയൂ സമയമില്ല. അപ്പൊ പലരും ഇന്ന് ദുഃഖിക്കുന്നതിന് എന്താ കാരണം? പലരും ദുഃഖിക്കുന്നതിന് എന്താ കാരണം? അവർക്ക് ദുഃഖിക്കാൻ ധാരാളം സമയമുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ഒരു സമയമില്ലെങ്കിൽ പിന്നെ ഒരു ദുഃഖവും വിഷമവും ഇല്ല. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഞാൻ നോക്കാറുണ്ട് ഈ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി അങ്ങനെയൊക്കെയുള്ള ഈ സപ്ലയേഴ്സ് ഉണ്ടല്ലോ, അതുപോലെ ആമസോൺ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. ഇവരോടൊക്കെ നിങ്ങൾ വഴിയിൽ നിർത്തിച്ചിട്ട് വീട്ടിൽ വിശേഷം ഇവിടുന്ന് വിശേഷം ചോദിക്കുന്നു. ഇവിടെ 100 ആൾക്കാർക്ക് ശ്വാസം വിട്ട പോലെയാണ് കൊണ്ടുവിടേണ്ടത് ഇല്ലേ? ഓരോ ഹോട്ടലിലും ഉണ്ടാക്കുന്ന സാധനം ചൂടോടുകൂടി വാങ്ങിച്ചിട്ട് ചൂടാറുന്നതിന് മുമ്പ് ആ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ ആ ചൂടുള്ള സാധനം തന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ക്യാൻസൽ ചെയ്യും ഓർഡർ. അപ്പൊ ഇവന്റെ ജോലി പോവും. ഇവനാണെങ്കിൽ മരണശ്വാസം വലിച്ചിട്ടാണ് ഈ പണ്ട് ഈ സർക്കസിൽ മരണക്കിണർ എന്നിട്ടൊരു സംഭവം ഉണ്ട് ഇല്ലേ, അങ്ങനെ വണ്ടി ഓടിക്കുന്നത്. എന്നപോലെ ഇവൻ ശ്വാസം വിട്ടുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അവനോട് ചോദിക്കുക, ഭാര്യ വിളിക്കാറുണ്ടോ? ഭാര്യ വിളിക്കണോ? ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ്. അപ്പൊ അവന്റെ ആ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. അവന്റെ ലൗകിക കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ അവന് സമയമില്ല. കാരണം അവൻ അടുത്ത ഓർഡർ കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം അല്ലേ? എന്നതുപോലെ മനസ്സ് എൻഗേജ്ഡ് ആയാൽ, ഒക്യുപ്പൈഡ് ആയാൽ, മനസ്സിനെ നമ്മൾ എന്തെങ്കിലും പണി കൊടുത്തുകൊണ്ടിരുന്നാൽ അത് വേണ്ടാത്തതിരുന്ന് അയവിറക്കില്ല. അറ്റ്ലീസ്റ്റ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമോ? ഈ സ്വാതന്ത്ര്യം ഏതിനുണ്ട്? ഈ സ്വാതന്ത്ര്യം ഏതിനുണ്ട്? മനസ്സിനുണ്ട്. അപ്പൊ ദുഃഖിക്കുന്നവരെന്താണ്? ഈ സ്വാതന്ത്ര്യത്തെ വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ നോക്കൂ, ജീവിതം സുന്ദരമാക്കാൻ എന്താ വഴി? നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ നമ്മൾ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തി പരിഭവങ്ങളും പരാതികളും ഒന്നും ഇല്ലാത്തവരായി നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ മുഴുകി അത് ആസ്വദിക്കാൻ പരിശീലിച്ചാൽ നിങ്ങൾ നോക്ക്, എന്തൊരു സുന്ദര ജീവിതമാണ്. ഇന്നാണെങ്കിൽ പണ്ടത്തതിന്റെ പകുതി കഷ്ടപ്പാടില്ല. ഉണ്ടോ? പണ്ടാണെങ്കിൽ വീട് നോക്കണം, അത് നോക്കണം, വീട് നിലം തേക്കണം, അതിന് ചാണകം കൊണ്ടുവരണം, അത് വേണം. ഇന്നിപ്പം നിലം തേക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളെയാണ് എല്ലാവരും കൂടി തേക്കുന്നത്. പണ്ടൊക്കെ വീടുകളിൽ എന്തെല്ലാം വിറക് ശേഖരിക്കണം, വിറക് സൂക്ഷിച്ചു വെക്കണം. ഇന്നിപ്പോ ഗ്യാസ് കൃത്യം അവിടെ വന്നുകൊണ്ടിരിക്കും അല്ലേ? ഇനിയിപ്പോ കിണറ്റില് വെള്ളം കോരണം, അതിന് തൊട്ടിയുണ്ടോ നോക്കണം, തൊട്ടിക്ക് ഓട്ടയുണ്ടോ നോക്കണം. ഇന്നിപ്പോ സ്വിച്ച് ഓൺ ചെയ്താൽ വെള്ളം അകത്തേക്ക് വന്നു. എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ തുണി തിരുമ്പണമെങ്കിൽ കൊണ്ടുപോകണം കുളത്തിലോ അല്ലെങ്കിൽ അവിടെ എവിടെയോ, അത് തല്ലി തിരുമ്പോ എത്ര മണിക്കൂർ. ഇതിപ്പോ ചിന്തിക്കണം, എല്ലാം കൂടി ആ മെഷീനിലേക്ക് വാരിയിട്ട് അത് ഉരുട്ട് ചവിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടിയും നമുക്ക് പുറത്തേക്ക് ഇട്ട് തരും. ആണോ അല്ലയോ? ഇത്രയും സൗകര്യങ്ങളൊക്കെ മനുഷ്യർക്കുള്ളത് കൊണ്ട് പണ്ടത്തേതിനേക്കാളും സമയം ധാരാളം ഉണ്ട്. ഇന്നിപ്പോ സമയമില്ല എന്ന് മാത്രം പറയരുത്, സമയം ഉണ്ട് എല്ലാവർക്കും. ഉണ്ടോ ഇല്ലയോ? ഇനിയിപ്പോ ഭക്ഷണം വെക്കാനും പണ്ടത്തെ പോലെ കരിയും പുകയൊന്നും വേണ്ട, എല്ലാം ഗ്യാസ് ഉണ്ട്. ഗ്യാസ് വീട്ടിൽ മാത്രമല്ല വയറിലും ഉണ്ടെന്ന് മാത്രം. ഇങ്ങനെ ജീവിതം മുഴുവൻ സുഖ സൗകര്യങ്ങളൊക്കെ വന്ന് ഇനിയിപ്പോ പല വീടുകളിലാണെങ്കിലോ ഒരാഴ്ചക്കൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കി വെക്കും. എന്നിട്ട് പിന്നെ ഈ മൈക്രോവൻ എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് എൻ്റെ കൂടെ ഒരു അമ്മ യാത്രയ്ക്ക് വന്നു. അപ്പം ചോദിച്ചു, ഭർത്താവ് ഒറ്റയ്ക്കല്ല, അയാൾക്ക് ഭക്ഷണമൊക്കെയോ? ഞാൻ ഒരാഴ്ചക്ക് ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നതെന്ന്. സാമ്പാർ ഒരാഴ്ചക്ക് ഉണ്ടാക്കി. അയാളുടെ ജോലി എന്താ വെച്ചാൽ ഇത് എടുക്കുക, ഓവനിലേക്ക് ഇടുക, 1 മിനിറ്റോ 2 മിനിറ്റോ ചൂടാക്കിയിട്ട് ഈ തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ വന്നപ്പോ അപ്പം ഭാര്യ പോയാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഈ തരത്തിൽ സൗകര്യങ്ങളൊക്കെ കൂടിയപ്പം മനുഷ്യൻ എന്തു പറ്റി? വേണ്ടാത്തത് ചിന്തിക്കാൻ ഒരുപാട് സമയം കിട്ടി. പണ്ടുള്ളവർക്ക് വേണ്ടാത്ത ചിന്ത ഇല്ലായിരുന്നു. കാരണം അവർക്ക് നിൽക്കാൻ സമയമില്ല. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. സമയമുണ്ടോ? ദുഃഖമുണ്ട്. കാരണം മനസ്സ് വേണ്ടാത്തതിരുന്ന് അയവിറക്കം. അപ്പൊ നമുക്ക് 2 ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, നിങ്ങൾക്ക്
ആധ്യാത്മികമായ അനുഷ്ഠാനത്തിൽ താല്പര്യമുണ്ടോ? ഇതിലൊരു രസമുണ്ടോ? ഇതിലൊരു ലയമുണ്ടോ? ഇതിനോടൊരു ഇൻക്ലിനേഷൻ ഉണ്ടോ? എങ്കിൽ ഇതിലേക്ക് ശ്രദ്ധ വെച്ച് കാലുറപ്പിച്ച് മുന്നോട്ട് പോയാൽ ദുരിതങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ കഴിഞ്ഞതും അനുഭവിച്ചതും ഓർത്ത് അത് തന്നെ ചിന്തിച്ച് കിട്ടാത്തതും തരാത്തതും വാങ്ങാത്തതും തന്നെ പറഞ്ഞ് മറ്റുള്ളവർക്കൊരു ഭാരവും ബാധ്യതയുമായി ജീവിതം തീർക്കാം. ആണോ അല്ലയോ? പറയൂ നിങ്ങൾ. ഈ രണ്ട് ഓപ്ഷൻ മനുഷ്യനുണ്ട്. അതാണ് നമ്മുടെ ഉപനിഷത്തിൽ പറഞ്ഞത് പ്രയോമാർഗവും ശ്രേയോമാർഗം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് നാമജപത്തിൽ താല്പര്യം, നിങ്ങൾ ജപിക്കണോ, വായനയിൽ താല്പര്യം, വേറൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണോ, ബാക്കി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്താണ് ഒരു സ്നേഹവും ബഹുമാനവും ആദരവും വളരെ കൂടുതലായിരിക്കും. കാരണം നിങ്ങൾ വേണ്ടാത്ത കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല. കാരണം നിങ്ങൾക്കൊരു ചിട്ടയുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ബോറടിക്കുന്നില്ല. നിങ്ങൾക്ക് ടി വിയോ സീരിയലോ അല്ലെങ്കിൽ ന്യൂസോ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിപ്പോൾ പല വീടുകളിലൊക്കെ അങ്ങനെ ഒരു ആത്മീയ ജീവിതമൊക്കെ നയിക്കുന്ന വീടുകളിലൊക്കെ ആളുകൾ ഇത്തരത്തിൽ വളരെ ഒക്യുപ്പൈഡ് ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. അവർക്ക് എന്ത് ടി വി അവിടെ കടന്നോട്ടെ, എന്താ അവിടെ ഇരുന്നോട്ടെ, മൊബൈൽ ഉണ്ടായിക്കോട്ടെ, അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല. അതിലൊരു താല്പര്യമുള്ള ആളുകൾ, മനസ്സിലായില്ലേ? ഈ തരത്തില് അങ്ങനെ ഒരു ആസ്വാദന ജീവിതം നമ്മൾ നയിക്കുമ്പോൾ പിന്നെ ജീവിതത്തിൽ കുറ്റങ്ങളും കുറവുകളൊന്നും ആരും കാണില്ല. എന്ന് മാത്രമല്ല, ആ ജീവിതത്തിനൊരു സൗന്ദര്യമുണ്ട്, ആ ജീവിതത്തിനൊരു സുഖമുണ്ട്. ജീവിതം സുഖമില്ല എന്നൊക്കെ പറയുന്ന ആരാന്നറിയോ? ജീവിതം സുഖമില്ല എന്ന് പറയുന്നത് അവനവന്റെ സ്വാതന്ത്ര്യത്തെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്താതെ മനസ്സിനെ അസ്വതന്ത്രമാക്കി മനസ്സിനെ വേണ്ടാത്ത ചിന്തയിൽ കുരുക്കിട്ടുകൊണ്ട് ആവർത്തിക്കുന്നവർക്കാണ് ജീവിതം ഒരു ഭാരവും ബാധ്യതയും. എന്തു മനോഹരമായിട്ടാണ് ലക്ഷ്മണനെ ഈ ഉപദേശം പറഞ്ഞു കൊടുത്തുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് നീ ലക്ഷ്മണ വേണ്ടാത്തതൊന്നും ചിന്തിക്കരുത്. നിന്റെ ജീവിതം നീയാണ് തീരുമാനിക്കുന്നത്. എന്താണ്? ഒരു കാര്യം കൂടി പറയാണ്, സാരജ്ഞനായ നീ കേൾ, സുഖദുഃഖം പ്രാരബ്ധമെന്നെല്ലാം അനുഭവിച്ചിരണം. ഇപ്പൊ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിലൂടെയൊക്കെ കടന്നു പോകണം, പ്രായത്തെ ഉൾക്കൊള്ളണം. പ്രായമാകുമ്പോൾ പല കുറവുകളും ശരീരത്തിന് തേയ്മാനങ്ങളൊക്കെ വരും. അതിനെയൊക്കെ നമ്മൾ വലിയ ഗൗരവത്തോടുകൂടി എടുത്ത് ദുഃഖിക്കരുത്. ഞാൻ നോക്കുമ്പോണ്ടല്ലോ, ഭാരതത്തിലുള്ളവര്, നമ്മൾ കേരളത്തിലും ഭാരതത്തിലൊക്കെ നമ്മുടെ സംസ്കൃതിയിൽ ഞാൻ നോക്കുമ്പോണ്ട് വിദേശത്തേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മൾ. ഇപ്പൊ പാശ്ചാത്യർക്ക്, പ്രത്യേകിച്ച് അമേരിക്ക യൂറോപ്പിലൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ അസുഖം വന്നാൽ അത് തന്നെ ഇരുന്ന് പറയും, ഓ ഞങ്ങൾക്ക് അങ്ങനെ അസുഖം വന്നു, ഇങ്ങനെ അസുഖം വന്നു. ഇവിടെ ഉള്ളവർ പ്രായത്തിനെയും രോഗത്തിനെയും കുറെയൊക്കെ അവഗണിക്കും. കാരണം അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അവർ കാണും. മറ്റവരതൊരു വലിയ പ്രശ്നമായി അത് തന്നെ ഗൗരവത്തോടു കൂടി കണ്ട്, മനസ്സിലായില്ലേ, അതിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കും. കാരണം അവർക്ക് ആത്മീയത എന്ന് പറയുന്നത് അവർക്ക് അറിയില്ല. ഭാരതീയർക്ക് നിങ്ങൾ നോക്കൂ, ഞാൻ പല ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ട്, കേരളത്തിലല്ല മറ്റ് സ്ഥലങ്ങളിലൊക്കെ, ഇപ്പൊ നിങ്ങൾ കേദാർനാഥിലൊക്കെ പോകും, അല്ലെങ്കിൽ ബദ്രീനാഥിലോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ എന്തൊരു ക്രൗഡാണ് നിങ്ങൾ നോക്കൂ. ചിന്തിക്കാൻ പറ്റാത്ത അത്രയും തിക്കും തിരക്കും. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, പുരി ജഗന്നാഥില് ഈ തേര് വലിക്കാൻ ഒരു 6 ലക്ഷം ആളുകളാണ് ഇരിക്കുന്നത്. അതിൽ സ്റ്റാമ്പേർഡായിട്ട് ഒരാൾ മരിക്കുകയും ചെയ്തു, 100 പേര് പരിക്കൊക്കെ പറ്റി. 6 ലക്ഷം ആൾ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഇത്രയും ആളുകള് പ്രായവും മറന്ന് എല്ലാം മറന്ന്, പല രോഗങ്ങളുള്ളവരുണ്ടാവില്ലേ, അതൊക്കെ മറന്ന് അവരാ ഒരു തേര് വലിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പം ഭാരതത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അതായത് തൻ്റെ ജീവിതത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങളെയും നിസ്സാരമായി കണ്ട് ദൈവീക കാര്യങ്ങൾക്ക് കൂടുതൽ ഒരു പ്രാധാന്യം കൊടുക്കാനുള്ള ഒരു ശക്തി ഭാരതീയർക്കുണ്ട്. അതിപ്പം പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ ഇപ്പൊ ഗുരുവായൂരിലൊക്കെ പോയാൽ നമുക്ക് കാണാം 3 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ ഇങ്ങനെ നിന്ന് ക്യൂ നിന്ന്. അപ്പൊ നോക്കൂ, ചിലർക്കൊക്കെ യൂറിനൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരുണ്ടാവും. മണിക്കൂറിലൊക്കെ യൂറിനേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരതൊക്കെ പിടിച്ചു നിർത്തിയല്ലേ പറ്റുള്ളൂ. പല പ്രോബ്ലംസ് ഉള്ളവർ, എന്നാലും അവർക്ക് ആ ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴണം, തൊഴുതിട്ട് വേണം പോവാൻ, ബാത്റൂം ഒന്നൊരു പ്രശ്നമല്ല എന്ന രീതിയിലൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ ചെയ്യുന്നത്. ആണോ? ചിലപ്പോൾ തൊണ്ട വരണ്ടിട്ടുണ്ടാവും. ഇപ്പോഴാണെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ കൊടുക്കാനുള്ള സംവിധാനം ഇടുകയാണോ? പണ്ട് അതും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പിടിച്ചു നിർത്തിയിട്ട് അങ്ങനെ നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇവിടെ വ്രതം എടുക്കുന്ന ആളുകളുണ്ട് ഇല്ലേ? രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ പ്രദോഷ വ്രതം എടുക്കുന്നവരുണ്ട്. ഉണ്ടോ ഇല്ലയോ?
ചിലവരാണെങ്കിൽ തിങ്കളാഴ്ച വതെടുക്കുന്നവരുണ്ട്, ഏകാദശി കൃത്യമായി അനുഷ്ഠിക്കുന്നവരുണ്ട്. ഒരു തുള്ളി വെള്ളവും കഴിക്കാതെ, വെള്ളം പോലും കുടിക്കാതെ വൈകുന്നേരം ഒരു നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഇളനീരോ അല്ലെങ്കിൽ എന്തെങ്കിലും തുളസിയിട്ട വെള്ളമോ, ഇനിയിപ്പോൾ നാരങ്ങയൊന്നും കിട്ടിയില്ല, ഈ തുളസിയിട്ടുള്ള വെള്ളം കുടിച്ചിട്ട് അവർ ആ വ്രതം ഉപസംഹരിക്കും. കാരണം അവർക്ക് അതിനുള്ളൊരു വിൽ പവർ അവരുടെ ഉള്ളിലുണ്ട്. എന്നാൽ ഒരുപക്ഷെ ഷുഗറിന്റെ പ്രോബ്ലം ഉണ്ടാവും, BP പ്രോബ്ലം ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും. ഇതൊന്നും അവര് മൈൻഡ് ചെയ്യാതെ ഗൗനിക്കാതെ അങ്ങനെ വ്രതം എടുക്കുന്നവര്. അപ്പൊ അത് ഭാരതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. തൻ്റെ ജീവിത പ്രശ്നങ്ങളെ അവഗണിച്ച് കുറെ ഒരു ആധ്യാത്മിക സംസ്കാരത്തിലേക്ക് മനസ്സിനെ നയിക്കാൻ ഭാരതത്തിലുള്ളവർക്ക് പണ്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹിന്ദുമതം ഇത്ര റിച്ചായിട്ട് ഇവിടെ നിലനിന്നത്. പക്ഷെ ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കുറെ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് വീണുപോയി. അവരെ പോലെ നമ്മൾ കൂടുതൽ മരുന്നുകൾക്ക് അടിമപ്പെട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അതിനെക്കുറിച്ചാണ് ആളുകൾ ചിന്തിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വന്നത്. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു, സുഖ സൗകര്യങ്ങൾ വരുംതോറും സമയം കിട്ടും. സമയം കിട്ടും തോറും മനസ്സിന് നമ്മൾ പണി കൊടുത്തില്ലെങ്കിൽ അത് നമ്മളെ പുറകോട്ട് വലിച്ച് ചുഴിയിലേക്ക് കൊണ്ടുപോകും. മനസ്സിന് അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ പഠിക്കേണ്ടതായിരുന്നു. ആ മനസ്സിനെ ഞാൻ പണി കൊടുത്തിട്ടില്ലെങ്കിൽ ഈ മനസ്സ് എനിക്കൊരു ബാധ്യതയായി, ദുഃഖമായി, ദുരിതമായി മാറുന്നു. മനസ്സിലാവുണ്ടല്ലോ? അവിടെയാണ് ആത്മീയത ഇന്നത്തെ കാലത്ത് നമുക്ക് ആവശ്യമായി വരുന്നത്. എല്ലാവർക്കും സമയമുണ്ട്, പക്ഷേ മനസ്സിന്റെ സ്വാതന്ത്ര്യത്തെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തുന്നില്ല. ഇത് പ്രയോജനപ്പെടുത്തിയാൽ ലക്ഷ്മണനോട് പറയുന്നു, നീ രക്ഷപ്പെട്ടു. പ്രാരബ്ധങ്ങളൊക്കെ വരും. അതുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർത്തവ്യമൊക്കെ അനുഷ്ഠിച്ച് നിർമായ ആചരിച്ചിടുകെന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. അപ്പൊ നോക്ക്, എത്തുന്നത് എവിടെയാണ്? നിന്റെ മനസ്സ് നീ എപ്പോഴും പരബ്രഹ്മണി, പരമാത്മാവില്, ഭഗവാനില്, നാമസ്മരണാദികളിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. ഇതാണ് നമുക്കുള്ള സന്ദേശം. അതായത് മനസ്സ് നമ്മൾ ഭഗവത് സ്മരണത്തിൽ ഉറപ്പിച്ചു നിർത്തി, അത് ആവർത്തിച്ച്, അത് അയവിറക്കി, അത് സ്മരിച്ചു കൊണ്ട് പോവാൻ മനസ്സിനെ പരിശീലിപ്പിച്ചാൽ മനസ്സ് മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ച് നമ്മളെ അധികം ദുഃഖിതരാക്കില്ല. അപ്പൊ ഈ ഒരു അടിവരയിട്ട് മനസ്സിലാക്കണം, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കാരണം മനസ്സ് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ അയവിറക്കുന്നതാണ്. മറ്റുള്ളവർ തരുന്നതിലും കിട്ടാത്തതിലൊക്കെ കുറവുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അതാണ് ജീവിതം എന്ന് നമ്മൾ, ജീവിത പ്രശ്നം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതൊരു വശത്തുണ്ടായിരിക്കാം. ഇപ്പൊ ശരീരത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു വശത്തുണ്ടായിരിക്കാം, ഇല്ലേ? അതൊരു ഭാഗത്തുണ്ടായിരിക്കാം. ആ കുറവുകളെ ചിന്തിച്ച് ജീവിക്കണോ, അതോ മനസ്സിന്റെ സ്വാതന്ത്ര്യത്തെ നമ്മൾ അനുഷ്ഠാനങ്ങളിലേക്ക് തിരിച്ചുവിട്ട് ജീവിക്കണോ? ഇതാണ് ചോദ്യം. കുറവുകളെ അയവിറക്കി ജീവിക്കണോ, അതോ മനസ്സിന്റെ സ്വാതന്ത്ര്യത്തെ അനുഷ്ഠാനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കണോ? ഈ ഓപ്ഷൻ, ഈ ഒരു ചോയ്സ് നമുക്കുണ്ടോ? ഈ ചോയ്സ് ഉണ്ടോ? നമുക്ക് ഉണ്ടോ ഇല്ലയോ? ഈ ചോയ്സ് ആരെടുക്കുന്നുണ്ടോ, ആർക്കിത് മനസ്സിലായിട്ടുണ്ടോ, ആരിത് ഉൾക്കൊള്ളുന്നുണ്ടോ, ആരിതിൽ ഉറപ്പിക്കുന്നുണ്ടോ, അവര് രക്ഷപ്പെട്ടു. അല്ലാത്തവരോ ഇല്ലാത്തതും കിട്ടാത്തതും പോരാത്തതും അത് തന്നെ അവര് ആവർത്തിച്ച് ചിന്തിച്ച് ഇതൊക്കെ നാളെ ശരിയാകുമെന്ന് തെറ്റിദ്ധരിച്ച് അവർ പരാതിക്കാരും പരിഭവക്കാരും വിഷമക്കാരും ദുഃഖികളും ആയി ജീവിതം കഴിഞ്ഞു പോകും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഫ്രീഡം ഉണ്ടെന്ന് ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ലക്ഷ്മണ, നീ ഒരു കാരണവശാലും ആരെയും കുറ്റം പറഞ്ഞ സമയം കളയണ്ട. അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? നിന്റെ മനസ്സ് കൂടുതൽ കൂടുതൽ നിന്നെ ഒരു വലിയ ചുഴിയിലേക്കാണ് കൊണ്ടുപോവുക. അതിന് പകരം നീ നിന്റെ മനസ്സിനെ മാറ്റിയെടുക്കൂ. ഇതിനെല്ലാം നല്ലത് കാണാൻ തുടങ്ങും, അല്ലേ? അങ്ങനെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ അവിടെയും നമുക്ക് ജീവിതത്തെ കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഇനി ശ്രീരാമസ്വാമി യാത്രക്കുള്ള ഒരുക്കമാണ്. അങ്ങനെ ശ്രീരാമസ്വാമി അമ്മ പറഞ്ഞു ഞാനും കൂടെ വരുന്ന്. അപ്പൊ ശ്രീരാമസ്വാമി അമ്മയ്ക്കൊരു ധൈര്യം കൊടുക്കുകയാണ്. അമ്മേ, ഞാൻ പോയാൽ പിന്നെ ഭരതൻ ഇവിടെ വരും, അച്ഛൻ ആകെ അസ്വസ്ഥനാവും,
അച്ഛനെ സാന്ത്വനിപ്പിക്കാൻ, അച്ഛനെ സമാധാനിപ്പിക്കാൻ അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. അച്ഛൻ്റെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്കില്ലേ? അപ്പം അമ്മ ഞാൻ പോയതിൽ ദുഃഖിക്കുകയല്ല വേണ്ടത്. അമ്മ ചെയ്യേണ്ടത് അച്ഛനോടുള്ള കർത്തവ്യം, കടമ അമ്മ നിറവേറ്റണം. അതുകൊണ്ട് അമ്മ ഇവരെ ഒക്കെ നോക്കിക്കൊണ്ട്, ഈ പെമ്പിള്ളേരെയൊക്കെ നോക്കിക്കൊണ്ട് അമ്മ ഇവിടെ സുഖമായിട്ടിരിക്കുക. ഭരതൻ്റെ മുന്നിൽ പോയി എൻ്റെ കേമത്വവും പറയരുത്. അപ്പം അങ്ങനെയൊക്കെ അമ്മ ശ്രദ്ധിക്കുക. ഭരതനെ നല്ല രീതിയിൽ ബഹുമാനിച്ച് അങ്ങനെയൊക്കെ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. മനസ്സിലായില്ലേ? അമ്മയെ വേണ്ട പോലെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ ശ്രീരാമസ്വാമി ആ സമയത്ത് ലക്ഷ്മണൻ പറയുകയാണ്, എന്താ, എങ്കിൽ അങ്ങയുടെ ഒരു സേവകനായി ഞാനും കൂടെ വരും, എന്നെ കൊണ്ടുപോകണം, അങ്ങക്ക് ഒറ്റയ്ക്ക് പോവാൻ പറ്റില്ല, എന്നെയും കൂടെ കൊണ്ടുപോയേ പറ്റുള്ളൂ. അങ്ങനെ ലക്ഷ്മണൻ പോവാനുള്ള ഒരു അനുവാദം ശ്രീരാമൻ കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് സീതാദേവിയുടെ അടുത്ത് അനുവാദത്തിന് വേണ്ടി പോവുകയാണ്. അപ്പൊ സീതാദേവി നോക്കുമ്പോൾ രാമന്റെ മുഖത്ത് വലിയ പരിഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ സീതാദേവി ചോദിച്ചു, എന്താണ് അങ്ങയുടെ മുഖത്ത് വലിയൊരു പരിഭവവും വിഷമങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ 2 വരം കൊടുത്തു. ഞാനിങ്ങനെ വനത്തിലേക്ക് പോവാൻ നിയുക്തനാണ്, ഭരതനാണ് രാജ്യഭാരം ഏൽപ്പിച്ചിരിക്കുന്നത്, എന്നെ വനത്തിലേക്ക് പോവാൻ അനുവദിക്കണം ദേവി. 14 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അമ്മയെയും അച്ഛനെയൊക്കെ സേവിച്ച് ദേവി അവിടെ കഴിഞ്ഞുകൂടണം. ഭരതന്റെ മുന്നിൽ പോയി എൻ്റെ കേമത്തൊന്നും പറയരുത്, ഭരതന്റെ കുറ്റവും ആരോടും സംസാരിക്കരുത്, ദേവിയുടെ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഇവിടെ നിൽക്കൂ എന്ന് കേട്ടപ്പോഴേക്കും സീതാദേവിയുടെ ഭാവവും മട്ടുമൊക്കെ മാറി. എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് ശരിയല്ല. ഞാൻ എൻ്റെ അച്ഛനിൽ നിന്ന് പാണിഗ്രഹണം, അങ്ങയുടെ കൈ പിടിക്കുമ്പോൾ എനിക്കൊരു മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്, അത് അനുഷ്ഠിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അപ്പൊ പാണിഗ്രഹണ മന്ത്രം എന്നൊരു മന്ത്രമുണ്ട്. എന്താണ് മന്ത്രം? എന്താണത്? പാണിഗ്രഹണ മന്ത്രം പറയാണ്. എൻ്റെ അച്ഛൻ പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണമെന്ന്. പാണിഗ്രഹണ മന്ത്രം, അങ്ങനെ ഒരു മന്ത്രം ഉണ്ടോ? പാനീഗ്രഹണമല്ല, പാനി കൊടുക്കുന്ന സമയത്ത്, വെള്ളം കൊടുക്കുന്ന സമയത്തുള്ള മന്ത്രമല്ല. ഇതിനെന്താ പറയാ? പാണീഗ്രഹണം. അങ്ങനെ ഒരു മന്ത്രം ഉണ്ടോ? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലേ? എന്താണ് പാണീഗ്രഹണ മന്ത്രം? കല്യാണ സമയത്ത് കൈ പിടിച്ച് ഭർത്താവിന്റെ കയ്യിൽ കൈ കൊടുക്കുന്ന സമയത്ത് നീ അനുഭവിച്ചോളൂ എന്നാണോ? അതല്ലല്ലോ പാണിഗ്രഹണം. എന്താണ് പാണി? ഇനി നീയായി നിന്റെ പാടായി, അതാണോ പാണിഗ്രഹണ മന്ത്രം? ആണോ? അച്ഛൻ അതാണോ പറയാ? ഇത്രയും കാലം ഞങ്ങൾ അനുഭവിച്ചു, ഇനി നീയായി നിന്റെ പാടായി നീ അനുഭവിക്കും, അതാണോ പാണിഗ്രഹണ മന്ത്രം? ആണോ? എന്താണ് പിന്നെ പാണിഗ്രഹണ മന്ത്രം? അപ്പൊ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു പാണിഗ്രഹണ മന്ത്രം. അതായത് ഞാൻ ഒരിക്കലും അങ്ങയെ വേർപെട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവിന്റെ സുഖദുഃഖങ്ങളാണ് എൻ്റെയും സുഖദുഃഖങ്ങള്. അങ്ങയെ നിഴല് പോലെ ഞാൻ പിന്തുടരും, അങ്ങയെ നിഴല് പോലെ പിന്തുടരും. അപ്പൊ ഭർത്താവിന്റെ സുഖദുഃഖങ്ങളെ, ആ സുഖദുഃഖങ്ങളുടെ ഒരു ഭാഗമായി മാറേണ്ടവളാണ് ആര്? ഭാര്യ എന്ന് പറയുമ്പോൾ ആ തരത്തിലുള്ള ഒരു ബന്ധം, ആഴത്തിലുള്ള ഒരു ബന്ധം, അതായത് ഭർത്താവിന് ദുഃഖം വരുന്ന സമയത്ത് ആ ദുഃഖത്തിൽ നിന്ന് കരകയറ്റാനും സുഖത്തിനോടൊപ്പം ചേർന്ന് ആ സുഖങ്ങളെ പങ്കുവെച്ച് ജീവിക്കാനും ഒക്കെയുള്ള ഒരു മാനസിക ബന്ധമാണ്. ഇതൊരു ശാരീരിക ബന്ധമല്ലത്, ഇതൊരു മാനസികമായിട്ടുള്ളൊരു ബന്ധമാണ്. അതുകൊണ്ട് അങ്ങയിൽ നിന്ന് വിട്ടു നിൽക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന്. പിന്നെ കുറച്ച് വേദാന്തം പറയാണ്, പുരുഷനിൽ നിന്ന് വേർപെട്ട് പ്രകൃതിക്ക് നിൽക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അതുകൊണ്ട് എന്നെ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. അപ്പൊ രാമൻ കുറെ തടസ്സങ്ങളൊക്കെ പറയൂ. കാട്ടിൽ ദുഷ്ടജന്തുക്കളുണ്ട്, അതുപോലെ തന്നെ രാക്ഷസാദി ജീവികളുണ്ട്, കല്ലും മുള്ളൊക്കെ നിറഞ്ഞ പാതയാണ്, അവിടെയൊക്കെ പോയാൽ ദേവിക്ക് വലിയ ബുദ്ധിമുട്ടാണ്, എല്ലാ കാര്യത്തിനും ദേവിക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അപ്പൊ പറയാണ്, അങ്ങുള്ളിടത്ത് എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഒരു ബുദ്ധിമുട്ടേ ആയി മാറില്ല.
അങ്ങയ്ക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവില്ല, ഞാനുള്ളത് കൊണ്ട് അങ്ങയുടെ ബുദ്ധിമുട്ടിന് ചില കുറവുകൾ വരികയും ചെയ്യും, അതുകൊണ്ട് എന്നെ കൈവിടരുത് എന്നൊക്കെ പറഞ്ഞ ദേവി രാമന് ഉറപ്പ് കൊടുക്കുകയാണ്. ഞാൻ അങ്ങയ്ക്കൊരു ഭാരവും ഒരു ബാധ്യതയും ആവില്ല എന്ന് മാത്രമല്ല, അങ്ങയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് താങ്ങും തണലുമായി ഞാൻ മാറുന്നുള്ളത്. ഇവിടെയാണ് ഈ മനുഷ്യന്റെ ഒരു ബന്ധത്തിന്റെ ഒരു മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിന് മുമ്പ് ഈ കല്യാണ ബന്ധങ്ങളുണ്ടല്ലോ ഇന്ന് കൂടുതൽ നിലനിൽക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ മാനസിക ബന്ധം ഇന്നില്ല. ഇന്ന് വെറുമുള്ളത് ഒരു ഈ മാനസിക ബന്ധം എന്ന് പറഞ്ഞാൽ രണ്ട് ബന്ധങ്ങളാണ്. ഒന്ന് ഹൃദയബന്ധവും, രണ്ട് ഇമോഷണൽ റിലേഷൻഷിപ്പും. ഈ ഹൃദയം എന്ന് പറഞ്ഞാൽ സ്പിരിച്വലാണ്, സ്പിരിച്വൽ കുറച്ചുകൂടി ഡീപ്പാണ്. അതെന്താണ് സ്പിരിച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ഒരു ഭർത്താവ് കടന്നു പോകുന്ന ദുഃഖത്തെ തിരിച്ചറിയാനും ആ ദുഃഖത്തിൽ നിന്നും ആളെ ഒന്ന് ഉയർത്താൻ ഒരു വഴി കാണിക്കാനുമുള്ള കഴിവിന്റെ പേരാണ് ഹൃദയബന്ധം. അപ്പൊ ഒരു വഴികാട്ടിയാണ്, ഗൈഡാണ് അവിടെ ഭാര്യ. മനസ്സിലായില്ലേ? ഇതുപോലെ ഭാര്യ ഒരു വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഭാര്യയെ ആ ദുഃഖത്തിൽ നിന്നും കരകയറ്റാൻ കഴിയുന്ന ഒരു ബന്ധം അത് ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇന്ന് കുറേ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞാൽ അവരൊക്കെ ഡിപ്രഷനിൽ പോകും. കാരണം വെച്ചാൽ അച്ഛനെയും അമ്മയും വിട്ടുപിരിഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ഭർത്താവ് അയാളുടെ ഭാര്യയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പം ഭർത്താവ് വലിയൊരു ഉദ്യോഗസ്ഥനാണ്, നല്ല ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, പക്ഷെ ഭാര്യ ഡിപ്രഷനിൽ പോയി. അവർ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അമ്മയായിട്ട് വളരെ ഇമോഷണൽ റിലേഷൻഷിപ്പ് ആയിരുന്നു. അമ്മ മരിച്ചുപോയി. അപ്പൊ അമ്മയോടായിരുന്നു വർത്തമാനം ഒരുപാട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ദിവസം 3 നേരമൊക്കെ അമ്മയെ വിളിച്ച് സംസാരിക്കും. ഇപ്പൊ പെട്ടെന്നൊരു വാക്യൂം വന്നു, ഭയങ്കര ശൂന്യത, അല്ലെങ്കിൽ ഡിപ്രഷനിൽ പോയി. അപ്പോ ഇവിടെയാണ് ആ ഭർത്താവിനോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആയിരിക്കാം, പക്ഷെ ഇവരിങ്ങനെ ഒരു മാനസിക ഒരു അവസ്ഥയിൽ പോകുന്നുള്ളത് മുൻകൂട്ടി കാണണം. കാരണം അമ്മയോട് കൂടുതൽ ഇമോഷണലി അടുക്കുമ്പോൾ ഒരു ദിവസം അമ്മ മരിച്ചേ പറ്റുള്ളൂ. അപ്പൊ അമ്മ മരിച്ച് ആരോടും മിണ്ടാനില്ലാതെ വന്നപ്പോൾ പെട്ടെന്നൊരു ശൂന്യതയിലേക്ക് മനസ്സ് പോയപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടതായിരുന്നു ഇവർക്ക് ഈ ഒരു മാനസികാവസ്ഥ വരുന്നുള്ളത്. പക്ഷെ എന്തോ നമ്മുടെ ഈ ഹിന്ദു മതത്തിൽ ആധ്യാത്മിക സംസ്കാരം വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ട് ഭാര്യയോട് പറയണത്, നീ എന്തിനാ ഈ മരിച്ചവരെ കുറിച്ച് ഓർക്കണത്, മരിച്ചവര് നീ ഓർത്താ ചിരിച്ചു വരുമോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വല്ല സമാധാനം കിട്ടുമോ? അതും വീണ്ടും വീണ്ടും അമ്മ മരിച്ചു 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 എന്ന് പറയുമ്പോഴേക്കും അവർക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ ഇവരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇവര് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഒരു വലിയ മേക്കപ്പിലൊക്കെയാണ് വന്നിരിക്കുന്നത്, ഒരു ഹൈഫൈ ടീമാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ അമ്മ വളരെ സ്നേഹമുള്ള ഒരു അമ്മയായിരിക്കും, നിങ്ങളെ വളരെ കരുതലുള്ള ഒരു അമ്മയായിരിക്കും, അമ്മയ്ക്ക് ഒരുപാട് നിങ്ങളോട് ഇമോഷണലി ബന്ധമുണ്ട്, എല്ലാം തുറന്നു പറയാൻ സാധിക്കുന്ന അമ്മ. ഞാൻ വെറുതെ ഒന്ന് ചൊറിഞ്ഞു നോക്കി. ഈ സ്ത്രീ അപ്പം പൊട്ടി കരയാൻ തുടങ്ങി. അപ്പൊ ആ അമ്മയോടുള്ള അവരുടെ ആ ഡീപ്പ് സ്നേഹം എത്രയുണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അപ്പം ഭർത്താവ് പറയാണ്, ഇതന്നെയാ സ്വാമി അവിടുത്തെ പ്രശ്നം, അമ്മയെക്കുറിച്ച് പറയുമ്പോഴേക്കും ഇവിടെ കരയാൻ തുടങ്ങും. മനസ്സിലായില്ലേ? ഇവൾക്ക് വേറെ ഒന്നിലും ശ്രദ്ധ വരുന്നില്ല. പിന്നെ അങ്ങനെ വർത്തമാനം പറയും, ഇത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതല്ല. കാരണം ഇത്രയും കാലം അതിൽ തന്നെ മുഴുകി 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 ഒരു സുപ്രഭാതം കൊണ്ട് അത് ഒഴിഞ്ഞ് അതൊന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. അവിടേക്കാണ് ആത്മീയ അനുഷ്ഠാനത്തിന്റെ ഒരു മഹത്വവും ശ്രേഷ്ഠതയും, അതിലൂടെ കിട്ടുന്ന ഒരു ആത്മധൈര്യവും മനോബലവും ഒക്കെ. അതൊന്നും പ്രാക്ടീസ് ചെയ്തില്ല. അപ്പൊ അതിലേക്ക് കുറെ ഞാൻ അവരുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകുക, നാമം ജപിപ്പിക്കുക, ഏതെങ്കിലും ഒരു സത്സംഗ ഇതിലൊക്കെ കൊണ്ടുപോവുക, എന്നിട്ട് അവിടെ വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പോയി പങ്കുചേരുമ്പോൾ അതിലേക്ക് ശ്രദ്ധ വരുമ്പോൾ അമ്മയെക്കുറിച്ചുള്ള ചിന്തയുടെ തീവ്രത, ഇതൊരു മനഃശാസ്ത്രമാണ്. ഒന്നിലേക്ക് ശ്രദ്ധ തിരിഞ്ഞാൽ വേറൊന്നിലേക്കുള്ള ശ്രദ്ധ. അപ്പൊ നോക്കൂ, ഇത് ലളിതമായ കാര്യമാണ്. കരയുന്ന കുട്ടി, വീണിട്ട് കരയുന്ന കുട്ടിയെ നമ്മൾ എടുത്തുകൊണ്ട് നടന്ന് കുട്ടാ നോക്കൂ, ഇത് പശു കറുത്ത പശു നോക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആ കുട്ടിയുടെ ശ്രദ്ധ മാറ്റുമ്പോൾ വീണ കാര്യവും മുറിവ് പറ്റിയ കാര്യവും കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ കാര്യമൊക്കെ കുട്ടി മറക്കുന്നു. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, ആണോ? ഇതുപോലെയാണ് നമ്മുടെ മനസ്സിനോട് നമുക്ക് ചെയ്യേണ്ടത്. അതിനെ നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചുവിടാൻ എവിടെയൊക്കെ നല്ലത് നടക്കുന്നുണ്ടോ അവിടേക്ക് ഒന്ന് പോയാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നല്ല തിരക്കുള്ള സമയത്ത് ഗുരുവായൂർ പോവുക, എന്നിട്ട് ക്യൂല് നിന്നിട്ട് തൊഴാൻ പോവുക. ആ ഇടിയിലൂടെയും തള്ളിലൂടെയും പോകുമ്പോൾ അമ്മയെ കുറിച്ചൊന്നും ഓർക്കില്ല. എന്നിട്ട് അങ്ങനെ അകത്ത് കയറുമ്പോൾ പറയണം, മാല നോക്കിക്കൊള്ളണം കേട്ടോ എന്ന്, കഴുത്തിലുള്ള മാലയൊക്കെ നോക്കിക്കൊള്ളണം. പിന്നെ അമ്മയൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ എന്തേ ഓർമ്മ ഉണ്ടാവുള്ളൂ? കുറച്ചു നേരത്തേക്ക് എന്തേ ഓർമ്മ ഉണ്ടാവുള്ളൂ?
മാലയെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ ശ്രദ്ധ മാറ്റാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അപകടമാണ്. ഇപ്പൊ ആ സ്ത്രീ എന്നിട്ട് ഡിപ്രഷനിൽ പോയി, ഇപ്പൊ സൈക്കാട്രിസ്റ്റിന് മരുന്ന് കഴിക്കേണ്ട ഗതികേട് വന്നു. അപ്പൊ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ചിന്തിച്ച് ഇതൊരു ചുഴിയിലേക്ക് വീഴുകയാണെന്ന് പലരും അറിയില്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു ചുഴി നമ്മുടെ അടുത്തുണ്ട്, നമ്മളെ വീഴ്ത്താൻ കഴിയുന്നൊരു ചുഴി അനുഭവം നമ്മുടെ കൂടെയുണ്ട്. അതിലേക്ക് വീഴാതിരിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൈക്കിൾ ഓടിക്കുന്ന വരമ്പിലൂടെ സൈക്കിൾ ഓടിക്കുന്നതും തോണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഇതുപോലെ ഞാൻ എൻ്റെ മനസ്സിനെ ചുഴിയിൽ വീഴാതെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നല്ലതാണ്. അപ്പം സീതാദേവിയും രാമനും തമ്മിലുള്ള ബന്ധം ഒരു ഹൃദയ ബന്ധമാണ്, അവര് ഒരു സ്പിരിച്വൽ ബന്ധമാണ്. ആ ബന്ധമാണ് നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെടുത്തുന്നത്. ഒരു ഇമോഷണൽ ബന്ധമാകുമ്പോൾ സ്ത്രീയുടെയും ആണിൻ്റെയും ഇമോഷൻ ഒരുപോലെയല്ല. സ്ത്രീകൾ കുറെ കൂടി ദയയും സ്നേഹവും കൂടുതൽ മാനസികമായിട്ട് സ്നേഹബന്ധം ആഴത്തിലുണ്ടാക്കുന്നവരാണ്. അവർ കൂടുതൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ കാര്യങ്ങളായി കാണുന്നതാണ്. ആണുങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും അത്രയൊന്നും ആഴബന്ധങ്ങളൊന്നും അവർക്കുണ്ടാവില്ല. കാരണം പ്രകൃതിയാൽ അങ്ങനെയാണത്. ആണുങ്ങളെ സംബന്ധിച്ച് കുറേയും കൂടിയും അവര് പൗരുഷം എന്ന് പറയുന്നത് ശാരീരിക തലത്തിലാണ്, ആ സ്ത്രീകൾക്ക് കൂടുതലും മാനസിക തലത്തിലാണ്. ഒരാള് ശരീരതലത്തിലും മറ്റൊരാള് മാനസിക തലത്തിൽ. ഈ ബന്ധങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു നിർത്താൻ പറ്റുക നിങ്ങൾക്ക്? അതുകൊണ്ടാണ് ആണിനെ മനസ്സിലാക്കാൻ പെണ്ണിനും പറ്റില്ല, പെണ്ണിനെ മനസ്സിലാക്കാൻ ആണിനും ഒരിക്കലും പറ്റില്ല. രണ്ടും രണ്ട് സൈക്കിക് ലെവലിലാണ് പ്രകൃതി തന്നെ വെച്ചിരിക്കുന്നത്. അതാണ് പ്രകൃതിയുടെ പ്രത്യേകത. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പെണ്ണിനെ മനസ്സിലാക്കാനല്ല, ഒരു ആണിനെ മനസ്സിലാക്കാനല്ല, അതിലുപരി അതിനപ്പുറത്ത് ഒരാളുടെ വിഷമം വരുമ്പോൾ അതിൽ നിന്നും ഉയർത്താനും നല്ല സന്തോഷങ്ങളിൽ അതിനെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും കൂടിച്ചേരാനും സാധിക്കുമ്പോൾ ആ ബന്ധം ഹൃദയബന്ധമായി മാറും. ഹൃദയബന്ധമുള്ളിടത്ത് പരാതികളും പരിഭവങ്ങളും കുറ്റങ്ങളും കുറവുകളും വളരെ കുറവായിരിക്കും. കാരണം വന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഉയരുകയും മറ്റുള്ളവരെ ഉയർത്തുകയുമാണെന്ന ഒരു ബോധം. നിങ്ങൾ നോക്കൂ, കൃഷ്ണനിൽ നിന്നൊക്കെ നമ്മളിത് പഠിക്കണം. ഗീതയിലെ 3-ാം അധ്യായത്തിൽ കൃഷ്ണൻ അതാണ് പറയുന്നത്. എന്തിനാണ് ഞാൻ അവതരിച്ചത് എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്. അർജുന, എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല, നമ്മേ കർത്തവ്യം, എനിക്ക് പ്രത്യേകിച്ച് കർത്തവ്യമൊന്നുമില്ല. പിന്നെ ഞാൻ എന്തിനാ വന്നത്? ലോകസംഗ്രഹമേവാഭിസംപശ്യൻ കർത്തുമർഹതി. ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ലോകത്തിനെ സമുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് വഴി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം മറ്റുള്ളവരെ ഉയരാൻ വഴി കാണിക്കുക, മറ്റുള്ളവരുടെ മനസ്സിനെ ഉയർത്താൻ ഒരു വഴി കാണിക്കുന്ന ആളാണ് ഒരു ഭാര്യയും, വഴികാട്ടികളാണ് ഭർത്താവും. ആരാണ്? വഴി നാട്ടുന്നവരല്ല, വഴി കാട്ടുന്നവരാണ്. ഇന്നിപ്പോ നമ്മൾ കാണുന്നത് എന്താണ്? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? വഴി കാട്ടുന്നവരാണ്, അല്ലാതെ വഴിയിൽ ആട്ടുന്നവരല്ല. ഇന്നിപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടുന്നവരാണ് കൂടുതൽ, വഴി കാട്ടുന്നവര് വളരെ കുറവാണ്. അതാണ് ഇന്നത്തെ കുടുംബജീവിതമൊക്കെ താളം തെറ്റിപ്പോയത്. ഇന്ന് ഇത്രയും ഡൈവേഴ്സും വർഷങ്ങളൊക്കെ കൂടിപ്പോയത്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ എല്ലാറ്റിനുമുള്ള ഉത്തരം എന്താണ്? ആത്മീയമായ ഒരു നിഷ്ഠയും അനുഷ്ഠാനവും ജീവിതത്തിൽ കൊണ്ടു നടക്കുക. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് പഴയ കാലത്ത് ബ്രാഹ്മണ സമൂഹത്തിലൊക്കെ അങ്ങനെ കുടുംബ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് അന്യോന്യമില്ല. എന്നാൽ ഒരുപാട് കുറവുകൾ ഉണ്ടാവും. സ്നേഹം ഉണ്ടായിട്ടുണ്ടാവില്ല, പലതും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല, കുറ്റങ്ങളും കുറവും നോക്കുകയാണെങ്കിൽ എണ്ണം വളരെ കൂടുതൽ. പക്ഷെ അതൊന്നും മനസ്സിന് തട്ടാതെ പോയത് അവരൊരു അനുഷ്ഠാനവും കൃത്യനിഷ്ഠയൊക്കെ അവർ വെച്ച്. നിങ്ങൾ ഈ കൽപ്പാത്തി പോലുള്ള സ്ഥലങ്ങളിൽ, ഈ ഗ്രാമങ്ങളിലൊക്കെ പോയി നോക്കൂ നിങ്ങൾ. അവിടെ സ്ത്രീകളൊക്കെ അവർ രാവിലെ ആയാൽ കോലം വരച്ചു, കുളിച്ചു, അവരെ ജപിച്ചു, ഭജിച്ചു, അമ്പലത്തിൽ പോയി. അവർക്ക് ഒരുപാട് അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് അവരങ്ങനെ പോയി. അവരെ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിലൊക്കെ പണ്ട് കാലങ്ങളിൽ, ഇപ്പോഴും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡൈവേഴ്സ് എല്ലാം വളരെ കുറവാണ്. അപ്പൊ അതും തന്നെ മനസ്സിലാക്കിക്കൂടെ? അവരില്ലായ്മയും കിട്ടാത്തതും അതും ഇരുന്നും കുറ്റം പറഞ്ഞ് സമയം കളയല്ല. അവരിങ്ങനെ ഒരു അനുഷ്ഠാനത്തിലൂടെ ഒന്നിച്ച് എല്ലാവരും കൂടെ വിഷ്ണു സഹസ്രനാമം ചൊല്ലി, അല്ലെങ്കിൽ സൗന്ദര്യ ലഹരി പാടി, അല്ലെങ്കിൽ നാരായണീയം ചൊല്ലി, അത് ചൊല്ലി, സംഗീത ക്ലാസ്, ഈ ക്ലാസ്, മറ്റത് മറച്ചെന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ അവര് ഇൻവോൾവ് ആയി അവരങ്ങനെ ജീവിതം കൊണ്ടു നടന്നു. ആണോ അല്ലയോ? എന്നാൽ ഇതിലൊക്കെ ഒന്നിലും സമയം കണ്ടെത്താതെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ പ്രശ്നങ്ങൾ, ഇത് തന്നെ അയവിറക്കുന്നവർക്കാണ് ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കൂടുതൽ. ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. ഏതായാലും
സീതാദേവിയുടെ ഈ ഒരു കാഴ്ചപ്പാട് രാമന് വളരെ ഇഷ്ടപ്പെട്ടു. എന്താണത്? എന്തായാലും ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി സീത കൂടെ വരുന്നത് എനിക്കൊരു ഭാരമല്ല. കാരണം എവിടെയൊക്കെ ചില വിഷമങ്ങൾ വരുന്നുണ്ടോ അപ്പോഴൊക്കെ വഴി കാണിക്കാൻ ആരുണ്ടാവും? സീതയുണ്ടാവും. സീതയ്ക്കൊരു വിഷമം വരുമ്പോൾ വഴി കാണിക്കാൻ എനിക്കും സാധിക്കും. അപ്പോൾ ഈ ബന്ധം എപ്പോഴും ഓർമ്മ വേണം. കുടുംബ ബന്ധം എന്ന് പറയുന്നത് വഴി കാണിക്കുന്ന ബന്ധമാണ്, അല്ലാതെ വഴി മുടക്കുകയും വഴിയിലിരുന്ന് ബഹളം വെക്കുകയും ചെയ്യുന്ന ബന്ധമല്ല. മുന്നിൽ വഴി കാണിക്കാൻ കഴിയുക. ജീവിതം ഒരു തുടർച്ചയായ യാത്രയാണ്. ജീവിതം ഒരിക്കലും ഒരിടത്ത് ഒരു കുടുംബ ജീവിതത്തിൽ പെർമനന്റ് ആയിട്ടിരിക്കാൻ കാലം നമ്മളെ അനുവദിക്കില്ല. ഇതൊരു യാത്രയാണ്. ശരീരം ജനനത്തിൽ നിന്നും മരണത്തിലേക്ക് യാത്ര ചെയ്യുന്നു, അല്ലേ? ബന്ധങ്ങളൊക്കെ ഒന്നിച്ചു കൂടുന്നു, പിരിഞ്ഞു പോകുന്നു, പലതായി മാറുന്നു. അതാണ് ജീവിതം. ഒന്നും സുസ്ഥിരമല്ല, ഇതെല്ലാം ചലനാത്മകമാണ്. ജീവിതം ഒരു ചലനമാണ്, യാത്രയാണെങ്കിൽ വഴി കാണിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ വഴിയാണ് നമുക്ക് വ്യക്തമായി അറിയേണ്ടത്. അതാണ് ഇവിടെ രാമായണത്തിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു ജീവിതത്തിൽ ചില അനുഷ്ഠാനങ്ങൾ ഉള്ളവരാവുക. ആ അനുഷ്ഠാനം യാന്ത്രികമായി ചെയ്യാതെ അതിൽ കുറെ കൂടിയും ശ്രദ്ധയും ആത്മാർത്ഥതയും അർപ്പണവും വെച്ച് ആസ്വദിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ സമയം കടന്നു പോകുന്നത് അറിയില്ല. പരിഭവങ്ങളും പ്രയാസങ്ങളും കുറ്റങ്ങളും കുറവുകളും മനസ്സിൽ കുറഞ്ഞു കുറഞ്ഞു വരും. അതിനു പകരം മനസ്സ് കുറേയും കൂടി നിർമ്മലമായി ശുദ്ധമായി സംതൃപ്തിയും സമാധാനവും സ്വസ്ഥതയും ഉള്ളിൽ നിറഞ്ഞു വരും. സമയം കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുന്നത് പോലെ തോന്നും. നമുക്ക് ജീവിതം ഒരു അനുഗ്രഹമായി മാറും. ശാപവും കുറ്റവും ദുഃഖവും ഒന്നും നമ്മളാരും കാണില്ല, വിധിയൊന്നും കാണില്ല. കാരണം നിധി കയ്യിലിരിക്കുമ്പോൾ പിന്നെ എന്ത് വിധി? ആ നിധിയാണ് നമ്മുടെ അനുഷ്ഠാനം. മനസ്സിലായില്ലേ? നിധി ഇല്ലാത്തവർ വിധിയെ പഴിച്ചുകൊണ്ട് വിധിയെ കുറ്റം പറഞ്ഞ് ജീവിതം തീർക്കും. എന്തൊരു ഗംഭീരമായ കാഴ്ചപ്പാടാണ് നമുക്ക് തന്നിരിക്കുന്നത് നോക്കൂ. ഇത്രയും ഒരു വിശാലമായ ദർശനമൊന്നും പാശ്ചാത്യരുടെ കയ്യിലില്ല, നമ്മുടെ കയ്യിലേ ഉള്ളൂ. അതാണ് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളടക്കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജീവിതം നയിക്കാൻ ആയിരിക്കണം നമ്മൾ ശ്രമിക്കുന്നത്. വെറുതെ രാമായണം വായിച്ചിട്ട് തത്തമ്മയെ പൂച്ച വായിച്ചിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ കുറച്ച് നമുക്ക് പ്രായോഗികമാക്കി കൊണ്ടുപോവാൻ സാധിച്ചാൽ അത് വലിയൊരു അനുഗ്രഹമായി മാറും. അപ്പൊ ഇവിടെ സീതയുടെ കാര്യത്തിൽ ഉറപ്പായി രാമന്റെ കൂടെ ഞാനും പോന്നു. ഇപ്പൊ രാമനും ലക്ഷ്മണനും സീതയും വനയാത്രയ്ക്ക് തയ്യാറായി. ഇനി അവര് അവസാനം സമ്മതം മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സമ്മതം മേടിക്കാൻ പോകുന്ന സമയത്ത് ലക്ഷ്മണന് അതിഗംഭീരമായ ഒരു ഉപദേശം ഇവിടെ സുമിത്രാദേവി നൽകുന്നുണ്ട്. രാമായണത്തില് സുമിത്രാദേവി എന്നൊരു കഥാപാത്രം ഒരു അദൃശ്യ കഥാപാത്രമാണ്. എവിടെ അങ്ങനെ വരുന്നൊരു കഥാപാത്രമല്ല. മനസ്സിലായില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ദശരഥ മഹാരാജാവ് കൈകയോട് കൊഞ്ചുന്ന പോലെയൊന്നും സുമിത്രയോടൊന്നും അങ്ങനെ കൊഞ്ചുന്ന വർത്തമാനമോ വാക്കുകളോ ഒന്നും എവിടെയില്ല. അങ്ങനെ സുമിത്ര അവിടെ പ്രത്യക്ഷപ്പെടാറില്ല. ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മണനെ സൗമിത്രി എന്ന് വിളിക്കണമെന്നല്ലാതെ സുമിത്ര അധികം ഇവിടെ വരുന്നേയില്ല. എന്നാൽ സുമിത്ര രാമന്റെ കൂടെ ലക്ഷ്മണൻ പോകുമ്പോൾ ആ ലക്ഷ്മണന് കൊടുക്കുന്ന ഒരു ഗംഭീര ഉപദേശമുണ്ട്. അത് രാമായണത്തിലെ ഏറ്റവും സർവശ്രേഷ്ഠ ശ്ലോകമായി മാറി. രാമായണത്തിലെ ഏറ്റവും സുപ്രസിദ്ധ ശ്ലോകം ഏതാണെന്ന് വരരുചിയോട് പണ്ട് ചോദിച്ചപ്പോൾ വരരുചി ഉത്തരം അന്വേഷിച്ച് നടന്ന് അവസാനം കണ്ടുകിട്ടിയ ഉത്തരവും കൂടിയാണ് ഈ വരികള്. അത് നമുക്ക് നാളെ നോക്കാം. എന്താണ് ലക്ഷ്മണന് സുമിത്രാദേവി കൊടുത്ത ഒരു ഉപദേശം? അത് ലക്ഷ്മണന്റെ ജീവിതത്തെ വളരെ സ്വാധീനിക്കുകയും ചെയ്തു. ലക്ഷ്മണൻ അവസാന നിമിഷം വരെ, ഈ ലക്ഷ്മണ കഥാപാത്രം ഉണ്ടല്ലോ, അതേ ഒരു വല്ലാത്തൊരു മഹത്വമാർന്ന ഒരു വ്യക്തിത്വമാണ്. ലക്ഷ്മണനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയുകയാണെങ്കിൽ, രാമന്റെ ജീവിതത്തിൽ ഈ രാവണനെ കൊല്ലലായിരുന്നില്ല പ്രശ്നം. ഏറ്റവും രാവണനെ കൊല്ലാൻ എളുപ്പമായിരുന്നു എന്നാണ്. അതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു രാവണപുത്രനായ ഇന്ദ്രജിത്തിനെ കൊല്ലാൻ ഉള്ള വിഷമം. കാരണം ഇന്ദ്രജിത്തിനൊരു വരം ഉണ്ടായിരുന്നു. അതങ്ങനെ ആർക്കും അറിയില്ല. 12 വർഷം രാത്രി ഉറക്കൊഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ, ഉറങ്ങാത്ത ഒരാൾക്ക് മാത്രമേ ഈ ഇന്ദ്രജിത്തിനെ, അല്ലെങ്കിൽ എന്താണ് മറ്റൊരു പേര്, മേഘനാഥൻ. ഇന്ദ്രജിത്തിന്റെ മറ്റൊരു പേര് മേഘത്തിന്റെ അത്രയും മേഘം, അത് അത്രയും കേൾക്കത്തെ അദ്ദേഹം അലറി എന്നൊക്കെയാണ്, കരഞ്ഞു എന്നൊക്കെയാണ്. പണ്ട് ഇന്ദ്രനെ ജയിച്ചപ്പോൾ ഉണ്ടായ ആഹ്ലാദ അട്ടഹാസം കൊണ്ട്, ഇന്ദ്രനെ ജയിച്ചത് കൊണ്ടാണ് ഇന്ദ്രജിത്ത്. ശരിക്കും അദ്ദേഹത്തിന്റെ പേര് മേഘനാഥൻ എന്നാണ്. ഈ വ്യക്തിത്വത്തെ കൊല്ലണമെങ്കിൽ 12 വർഷം രാത്രി ഉറക്കൊഴിയണം.
അപ്പം അത് ലക്ഷ്മണൻ ചെയ്തിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ നോക്കൂ. ഇതുപോലെ സീതാദേവി ചീത്ത വിളിച്ചു പറഞ്ഞയച്ച ആളാണ് ആര്? ലക്ഷ്മണൻ. ആ സീതാദേവിയെ പിന്നെ ഉത്തരാഖണ്ഡത്തിൽ വരുമ്പോ രാമായണത്തില് വാത്മീകി ആശ്രമത്തിൽ കൊണ്ടുവിടുന്നത് ലക്ഷ്മണനാണ്. ആ നിയോഗം വരുന്നത് സീതയെ ആശ്രമത്തിൽ കൊണ്ടുവിടുന്നത്. ഇനി അത് കഴിഞ്ഞ് ലവകുശന്മാരൊക്കെ രാമന്റെ അടുത്തെത്തി. രാമൻ അവരൊക്കെ സ്വീകരിച്ച് രാമന് വീണ്ടും ഒരു വിചാരം വന്നു, സീതയെ ഒന്നുകൂടെ കൊണ്ടുവരാന്. അപ്പോഴും നിയോഗിക്കുന്നത് ആരെയാണ്? ലക്ഷ്മണനെയാണ്. ഇതൊക്കെ ലക്ഷ്മണനാണ് കടന്നു പോകുന്നത്. അപ്പൊ ലക്ഷ്മണന്റെ ജീവിതത്തില് ഇത്തരം അനുഭവങ്ങളോ നോക്കൂ. ജ്യേഷ്ഠത്തിയമ്മയാണ് സീതാദേവി. ഗർഭിണിയായ സീതാദേവിയെ ഒരാശ്രമത്തിൽ കൊണ്ടുവിടുമ്പോൾ കൊണ്ടുവിട്ട് നീ തിരികെ വാരാ ലക്ഷ്മണാതാണ്. കൊണ്ടുവിട്ടിട്ട് തിരികെ വരണം. അപ്പൊ ദേവിയോടൊന്നും മിണ്ടാതെയാണ് പോകുന്നത്, ഒരക്ഷരം മിണ്ടുന്നില്ല. കൊണ്ടവിടെ വിട്ടു കഴിഞ്ഞാൽ ലക്ഷ്മണ ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം എന്നൊന്നും പറയാൻ കാത്തു നിൽക്കരുത് എന്നാണ്. കൊണ്ടുവിട്ട ഉടനെ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു മനസ്സിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഗർഭിണിയായ ജ്യേഷ്ഠത്തി അമ്മയെ, അത് ലക്ഷ്മണന്റെ 100% ഉറപ്പാണ്. അപരാധങ്ങളൊക്കെ വെറുതെ ആൾക്കാർ പരത്തുകയാണ്. യഥാർത്ഥത്തിൽ സീത വളരെ പവിത്രയാണ്, പരിശുദ്ധയാണ്, അഗ്നിസാക്ഷിയായിട്ട് കണ്ടതാണ്. ആ അഗ്നി ചാടാൻ പോലും തീ കൂട്ടിക്കൊടുത്തത് അതും ലക്ഷ്മണൻ തന്നെയാണ്. ലക്ഷ്മണനോടാണ് പറയണത്, നീ തീ കൂട്ടു, അഗ്നി കൂട്ടു, ചിത ഒരുക്കൂ, അല്ലെങ്കിൽ നീ തീ ഒരുക്കൂ, ഞാൻ എൻ്റെ ജീവിതം ഞാൻ അഗ്നിയിലേക്ക് സമർപ്പിക്കുകയാണ്, എൻ്റെ ചാരിത്രം അഗ്നിദേവൻ തെളിയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ്മണനാണ് അതൊക്കെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സീതാദേവി ലക്ഷ്മണനോടാണ് തീ ഒരുക്കാൻ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ ആ ലക്ഷ്മണന്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. വന്ന് തീയിലേക്ക് ചാടാൻ വേണ്ടി തീ ഒരുക്കണം, ഇന്നിപ്പോ ഗർഭിണിയായപ്പം കൊണ്ടുവിടേണ്ട അവസ്ഥയൊക്കെ, അങ്ങനെയൊക്കെയുള്ള സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന മാനസികാവസ്ഥ, അതൊക്കെ നടക്കുമ്പോഴും അതൊന്നും അവരെ അലട്ടാതെ അവർക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചത് ഒരു ആത്മീയ വിചാരം അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അതൊക്കെ നമുക്ക് കുറെ ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. അങ്ങനെ നമുക്ക് എന്താണ് സുമിത്രാദേവി ലക്ഷ്മണന് കൊടുത്ത ഉപദേശമെന്ന് നമുക്ക് നാളെ കാലത്ത് നമുക്ക് നോക്കാം. പിന്നീട് നമ്മൾ നാളെ അവര് മരവരിയെ കൊടുത്ത് കാട്ടിലേക്ക് പോകുന്ന രംഗങ്ങളും, പിന്നീട് ആശ്രമങ്ങളിലൂടെ ആദ്യം ഗുഹന്റെ ആതിഥ്യം സ്വീകരിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് വാത്മീക ആശ്രമത്തിലൂടെ കടന്നു പോകുന്ന ആ രംഗങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം. ജാനകീ ജീവനസ്മരണം ജയ രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം യോഗിമാരുമായി ചെന്നു യാഗരക്ഷ ചെയ്തു പിൻ വില്ലൊടിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം താതൻ തന്റെ യാജ്ഞ കേട്ടു രാജ്യവും കിരീടവും ത്യാഗം ചെയ്തു കാടുമുക്ക രാമ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം ചാരനായി വന്നണഞ്ഞ ധനിനെ പിടിക്കുവാൻ ജാനകിയെ വിട്ടകന്ന രാമ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം ഭിക്ഷുവായി വന്നണഞ്ഞ ദുഷ്ടനായ രാവണൻ
ലക്ഷ്മിയെയും കൊണ്ടുപോയി രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഭിന്നയായ ശോകവനം തന്നിൽ വാണദേവി ചെന്നു കണ്ടു വായുപുത്രൻ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. വാനരപ്പടയുമായി കടൽ കടന്നു ചെന്നുടൻ രാവണനെ നിഗ്രഹിച്ച രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. പുഷ്പകം കരേറി സീതാ ലക്ഷ്മണ സമേതനായി തുഷ്ടി പുണ്യയോധ്യ ചെന്ന രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. പത്മനാഭ പരമപുരുഷ ഭക്തി മുക്തിദായക പങ്കജാക്ഷ ആദിനാഥ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. നാരദാദിസേവിത കൃപാലയാ നമോസ്തുതി വാരിജാസനാദി വന്ദ്യ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ചക്രധാരി വാസുദേവ മാധവ ജനാർദ്ദന ചക്രസോദരാച്യുത മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 രാമ
രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം ജീവനസ്മരണം രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിത വത്സല ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം മേ തവ ചരണയുഗം ശരണം 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 മേ തവ ശരണയുഗം ശരണം മേ തവ കായേന വാചാ മനസിന്ധിയർവാ ബുദ്ധ്യാത്മനാ വക്രഗത സ്വഭാവ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി മംഗളം കോസലേന്ദ്രായ ചൊല്ലു മംഗളം കോസലേന്ദ്രായ കൗസലേന്ദ്രായ മഹനീയ ഗുണാബ്ധൈ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ ചക്രവർത്തി ധനുർജായ സാർവഭൗമായ മംഗളം സാർവഭൗമായ മംഗളം സാർവഭൗമായ മംഗളം സാർവഭൗമായ മംഗളം രാമായ രാമഭദ്രായ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ രഘുനാഥായ നാഥായ സീതായാ പദയേ നമഃ സീതായ പദയേ നമഃ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ ശ്രീ വീരശൂര ഹനുമാൻ സ്വാമി കീ ജയ നാളെ കാലത്ത് 6:30 മണിക്ക് നമുക്ക് വിഷ്ണു സഹസ്രനാമത്തോടുകൂടി ആരംഭിക്കാം. നാളെ നമ്മള് സുഗ്രീവനെ രാമൻ കാണുന്ന ഭാഗം വരെ പാരായണം ചെയ്യും. നമുക്ക് നാളെ നമ്മൾ ആരണ്യകാണ്ഡത്തിലൂടെ യാത്ര ചെയ്യും. കുഹനും വാത്മീകിയും തുടങ്ങിയുള്ള മഹർഷിവര്യന്മാരും ഭരതൻ രാമനെ കാണാൻ വരുന്ന ആ ഒരു രംഗമൊക്കെ നാളെ നമ്മൾ കാണും. അവിടെ ഭരതനും രാമനും തമ്മിൽ നടത്തുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതായത് എങ്ങനെയായിരിക്കണം ഉത്തമനായ ഒരു രാജാവ് എന്ന് ഒരു ഭരണാധികാരിയുടെ യോഗ്യതകളൊക്കെ രാമൻ ഭരതന് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നീട് ഭരതൻ അവിടുന്ന് രാമപാതുകങ്ങളുമായിട്ട് തിരിച്ച് അയോധ്യയിൽ പോയി രാമദാസനായി രാജ്യഭരണം നടത്തുന്നു. നന്ദി ഗ്രാമത്തിലിരുന്നുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഭരണാധികാരികൾ പോലും രാമായണം പഠിക്കേണ്ടതുണ്ട്. എങ്ങനെ ഒരു ഉത്തമ ഭരണാധികാരിയായി മാറാം, അതിനെന്തൊക്കെയാണ് ശ്രദ്ധ വെക്കേണ്ടത് എന്നൊക്കെ ഒരു ക്ലാസ് എടുക്കുകയാണ്, ഒരു മാനേജ്മെന്റ് ക്ലാസ്. രാമൻ ഇവിടെ ഭരതന് ക്ലാസ് എടുക്കുന്നത് നമുക്ക്
കാണാൻ സാധിക്കും. അല്ല ഇത് വെറും ഒരു ചരിത്ര കഥ പറഞ്ഞു പോവല്ല. ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമുണ്ടല്ലോ ഒരു വലിയ ഒരു മാൻ മേക്കിംഗ് ഒരു സ്റ്റഡി ക്ലാസ്സുകളാണ്. ഓരോരുത്തരെയും കഴിവുള്ള പ്രതിഭകളാക്കി മാറ്റുന്ന ക്ലാസ്സുകൾ. അതൊക്കെ നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഇത് വെറും പാരായണ കൃതിയായി മാറിയത്.